എല്ലാവർക്കും ഫിഷ് ആൻഡ് മോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലുള്ളതാ ഈ കാണുന്ന ടയർ അക്വേറിയം നമ്മൾ ഇതിൻ്റെ ഫുൾ ഒന്ന് സെറ്റപ്പ് മാറ്റാൻ പോവാട്ടാ. ഒരു പ്ലാന്റിൻ്റെ ടാങ്കാക്കി മാറ്റാൻ പോവുകയാണ് നമ്മൾ ഈ ടയർ അക്വേറിയം. അപ്പോൾ ഇതിലിതാ ജസ്റ്റ് നമ്മൾ കുറച്ച് കല്ല് കാര്യങ്ങൾ, ഒരു എയറേഷൻ, പാടത്തുനിന്ന് കുളത്തുനിന്നൊക്കെ പിടിച്ച 2-3 മീൻ. ആ മീൻ ഞങ്ങളവിടെ ഇതിന് പർച്ചി എന്ന് പറയട്ടാ. പർച്ചിണ്ട്. അതുപോലെ തന്നെ ഒരു കാറ്റ് ഫിഷ് ഉണ്ട്, കോട്ടി എന്ന് പറയും ഞങ്ങളവിടെ. നിങ്ങളവിടെ എന്താ പറയുള്ളതെന്ന് കമൻറ്റ്. പിന്നെ ഒരു സക്രം ഉള്ളത്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് പ്ലാന്റ് ടാങ്ക് ആക്കാൻ പോട്ടെ, ഒന്ന് സെറ്റപ്പ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും നമുക്കിതൊന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇത് നമ്മളൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ വെള്ളം കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യണം, പൈപ്പ് ഇട്ടിട്ട് വെള്ളം വറ്റിക്കണം കേട്ടോ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളിതാ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കണം, നമ്മളെ തെങ്ങിന് തന്നെ ആയിക്കോട്ടെ വെള്ളം. അപ്പോൾ വെള്ളം വറ്റിച്ച് വേണം ഫിഷുകളെ പിടിക്കാനിട്ടാ. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തോളിട്ടാ. മീനുകളൊക്കെ ഇവിടെ ഉണ്ട്. സക്കറുണ്ട്. സക്കറൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ കൊടുന്നിട്ടാ. അപ്പോൾ അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യണം. വെള്ളം ഇവിടെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. വെള്ളം ഏകദേശം കുറച്ച് വെള്ളമുള്ളൂ. ഇനി നമുക്ക് ഫിഷിനെ പിടിച്ച് മാറ്റാം. എന്നിട്ട് കംപ്ലീറ്റ് ഒന്ന് ഗ്ലാസ്സൊക്കെ ഫുള്ള് ആൽഗൊക്കെ വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യട്ടാ. അപ്പോൾ ഇനി ഫിഷിനെ പിടിക്കാം, എന്നിട്ട് ഫിഷിനെ കാണിച്ചു തരാം കേട്ടാ. ടാങ്കിന് ഇതാണ്ട ഇവിടെ ഒരു ഹോളുണ്ട് മുകളിൽ ടയറിൻ്റെ. അതിലൂടെയാണ് നമ്മൾ ഫിഷിനെ എടുക്കാൻ പോകണതൊക്കെ ഇടാം. വെള്ളം ഫില്ല് ചെയ്യൽ, എയറേഷൻ ഇട്ടിരുന്നത്. ഒരു എയറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എയറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഫിഷിനെ എടുത്തിട്ട് ഫിഷിനെ കാണിച്ചു തരാം കേട്ടാ. ഒരു ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. കിടിലം ഫിഷാണ്. ഞങ്ങളിവിടെ ഇതിന് പറിച്ചെന്നാട്ടോ പറയല്. നമ്മളെ നാടൻ ഫൈറ്റർ ഫിഷ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. അതൊക്കെ ചെറുത് കൊടുന്നിട്ടതാണ്. ചെറിയ ഒരു സക്കർ ഫിഷിനെ കൊടുന്നിട്ടായിരുന്നു ഇത്ര വലുതായിട്ടാണ്. കംപ്ലീറ്റ് ക്ലീൻ ആക്കി ഇതിലത്തെ കല്ലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിൽ ഇട്ടീന്ന് ഇത്രയും സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. ഇനി 2-3 മീനും കൂടെ പിടിക്കാണ്ട് അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് കംപ്ലീറ്റ് ഉള്ളിൽ ക്ലീൻ ആക്കണം. കംപ്ലീറ്റ് ആൽഗ വന്നിട്ടുണ്ട്. ഒന്ന് കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുക്കണം ഗ്ലാസ്. അപ്പോൾ നമ്മളെ ക്ലീനിങ് പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കിട്ടിയ മീനുകളാണിത്. ഒരു കാറ്റ് ഫിഷ്, അതാ നമ്മളെ സക്കർ മൊത്തം കാറ്റ് ഫിഷ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നാടൻ. ഞങ്ങളിവിടെ പറിച്ചെന്ന് പറയും. നിങ്ങളവിടെ എന്താണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമുക്ക് ടാങ്കിൽ എന്തിടണം, മണ്ണിടണം. നല്ല നാടൻ മണ്ണിടണം, നല്ല പ്ലാന്റ് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലുള്ള സക്കറിനൊഴികെ ബാക്കിയുള്ള മീനൊക്കെ നമ്മൾ പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി ഇടാൻ പോകട്ടെ. നമ്മളെ നാട്ടിലത്തെ തോട്ടിൽ പാടത്തു നിന്നും കുളത്തു നിന്നൊക്കെ പിടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെന്തായാലും തോട്ടിൽ തന്നെ കൊണ്ടുപോയി ഇടട്ടാ. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു കവറിലാക്കിയിട്ട് നമ്മൾ നാട്ടിലത്തെ തോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പറ്റുള്ള ഇതിൽ തുറന്ന് വിടാം. ഓക്കെ, ഇവിടുന്നാണ് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും സക്കറിനെ നമ്മൾ എടുത്തിട്ടില്ല. സക്കറിനെ അങ്ങനെ ഒന്നും കൊടുന്നിടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ മീനുകളൊക്കെ അതിൻ്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ. ഇപ്പോൾ ക്ലീനാക്കി വൃത്തിയാക്കി നമ്മളെ നല്ല ഉണങ്ങിയിട്ടാണ് ടാങ്കിലേക്ക് നമ്മളിതാ മണ്ണ്, നല്ല നാടൻ മണ്ണ് കഴുകിയത് ഇടാൻ പോവാണ് കേട്ടോ. അതാണ് നമ്മൾ ഇതിൽ ചെടിക്ക് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. നാടൻ മണ്ണിപ്പോൾ പറമ്പിൽ നിന്ന് എടുത്തത്, അത് ഇടാൻ പോവാണ് കേട്ടോ. നല്ല കഴുകിയതാണ്. അപ്പോൾ അതിട്ടിട്ട് ഇനി ബാക്കി കാണാം. നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ടാ. മണ്ണിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇതാക്കണം, നിരപ്പാക്കണം. എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചിട്ട് അടിഭാഗം ബോട്ടം മൊത്തം ഒന്ന് സെറ്റാക്കണത്. ഓക്കെ, ഞാൻ അപ്പോൾ അത് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇതാ മണ്ണൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചൊന്ന് വെള്ളം നിറച്ചിട്ട്, എന്തായാലും വെള്ളം കലങ്ങും, വെള്ളം നിറച്ചിട്ട് പ്ലാന്റ് ചെയ്യാൻ പോകട്ടെ. സാമ്പിളിനായിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്ലാന്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മളെ പ്ലാന്റ്സ് ഇട്ടാ. ഇതാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. സാമ്പിളായിട്ട് കുറച്ച് എടുത്തിടുന്നതാണ്. ഓക്കെ, തൽക്കാലം സാമ്പിളായിട്ട് നമ്മൾ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെടികൾ സാമ്പിളാണ് നമ്മൾ പരീക്ഷണാർത്ഥത്തിൽ. അപ്പം നമുക്ക് ഇനി ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളം നിറച്ച് നോക്കാം. ഓക്കെ,
വെള്ളം നിറക്കാൻ നമ്മളൊരു കവർ എടുത്തിട്ടുണ്ട്. കവർ ഇങ്ങനെ മണ്ണിൻ്റെ അവിടെ ഏതെങ്കിലും ഒരു മൂലൊക്കെ വെച്ചിട്ട് പതുക്കെ അതിലേക്ക് നമുക്ക് വെള്ളം ഹോസ് വഴി തുറന്നു കൊടുക്കട്ടെ. അതാണ് ഇപ്പോൾ നമ്മളെ പ്ലാൻ. അപ്പോൾ വല്ലാതെ കലക്കം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമ്മളെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കവർ വെച്ചിട്ട് അതിലേക്കാണ് നമ്മളെ വെള്ളം ഓവർ കലങ്ങാതിരിക്കുക. എന്തായാലും കലങ്ങും. അപ്പോൾ കുറച്ച് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നിറയട്ടെ, പെട്ടെന്ന് നിറയും, കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചിട്ടാ, ഈ ഒരു ലെവലിലെ വെള്ളം നിറച്ചിട്ടുള്ളൂ. വെള്ളത്തിന് നല്ല കലക്കുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സെറ്റിൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫിഷിനിടാം. ഓക്കെ, രാത്രി ആയിട്ട് എത്ര തെളിഞ്ഞിട്ടുള്ളൂ നമ്മളെ വെള്ളം. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അക്വേറിയത്തിൽ. നമുക്ക് ഫിഷിനെ ഇടാട്ടാ. കുറച്ചും കൂടെ തെളിയാണ്ട് അത് നമ്മൾ എയറേഷൻ 2-3 പ്രാവശ്യം വെള്ളമൊക്കെ മാറ്റുമ്പോൾ കുറഞ്ഞോളും. ഫിഷിനെ ഇടണം, എയറേഷൻ ഇടണം. ഓക്കെ, അപ്പം നമുക്ക് ഫിഷിനെ കാണട്ടെ, ഏതൊക്കെ ഫിഷ് ഇടാൻ പോകണമെന്നുള്ളത്. ഫിഷ് ഇവിടെ എയറേഷനൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഏതാ ഫിഷ് എന്നുള്ളത് കാണിച്ചു തരാം. ഇതാട്ടോ നമ്മളെ സവേറ, റെഡ് സവേറാണ്. 2 റെഡ് സവേറ, അതേപോലെ തന്നെ 2 സിക്ലിഡും ഉണ്ട്. മാർഫ് ഫിഷിൻ്റെ 2 വെറൈറ്റി. ഇതാട്ടോ ഇത് രണ്ടുമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം ഇനി ഇട്ടിട്ടുള്ള കാഴ്ച കാണാം. എന്നിട്ട് ക്ലിയർ ആയിട്ട് കണ്ടല്ലോ. നമ്മൾ ഇടാൻ പോകുന്നത് 2 സവേറം ഫിഷ്, 2 മാർഫ് സിക്ലിഡുമാണ് ഇടാൻ പോകുന്നത്. അപ്പം നമ്മളൊരു കവറിലാക്കിയിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് അക്വേറിയത്തിലേക്ക് ഇടാം. നമുക്ക് നെറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കവറിലാക്കിയിട്ട് ഡയറക്റ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അക്വേറിയം സെറ്റപ്പ്. ഇതിൻ്റെ മുകളിലാണ് ഹോളുള്ളത്. അപ്പം അതിലൂടെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാട്ടാ. വെള്ളം കുറച്ചും കൂടെ തെളിയാനുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഫിഷിനെ ഇടാം. നമ്മൾ ഫസ്റ്റ് ഇത് ഫിഷിനെ ഇടാൻ പോകട്ടാ. ഫിഷിനെ ഇടാൻ പോകട്ടെ നമ്മൾ. രണ്ടാളെ നമുക്ക് ഒരുമിച്ചിടാം. ഓക്കെ, അപ്പം നമ്മൾ ഫിഷിനൊക്കെ ഇട്ട് ഇനി നമുക്ക് എയറേഷനും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഫിഷിന്. അപ്പോൾ നമ്മളെ പണി ഫുള്ളാവും. ഓക്കെ, നമ്മൾ 2 എയറേഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർ സ്റ്റോണും ട്യൂബൊക്കെ ഇട്ടിട്ട് ഇതാ ഈ എയറേറ്ററിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഫിഷുകൾ ഇതവിടെ ഉണ്ട്. വെള്ളം ഒന്നും കൂടെ തെളിയണം നമുക്ക്, അതാണ് ഇപ്പോൾ ആവശ്യം. എന്തായാലും വെള്ളം തെളിഞ്ഞിട്ട് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യട്ടെ. അവർക്ക് തീറ്റ കൊടുക്കുന്നതൊക്കെ കുറച്ചും കൂടെ പ്ലാന്റ് കൊടുന്ന് വെക്കും. ഇത് നമ്മൾ സാമ്പിളിന് കൊടുന്ന് വെച്ചാൽ അത്ര നല്ല പ്ലാന്റ്സ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നല്ല കിടിലം പ്ലാന്റ്സ് വെക്കും. ഫിഷിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഷിനെ ആഡ് ചെയ്യും. ഓക്കെ, അതാട്ടെ നമ്മൾ കംപ്ലീറ്റ് ഒരു ടാങ്കിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മളെ മറൈൻ ടാങ്കൊക്കെ ഉണ്ട് വീട്ടിൽ. അതിലത്തെ ഷോർട്ടുകളൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണാം. അതിലത്തെ വെറൈറ്റി വീഡിയോസ് വരും കേട്ടോ. മറൈൻ ടാങ്കത്തെ കിടിലം വീഡിയോസ് വരും. അപ്പോൾ ഓക്കെ, ബൈ.